ഫിസിക്സ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. എല്ലാവരും തയ്യാറായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചവർക്ക് ഒരു പ്രാവശ്യം കേട്ടിട്ട് പോവുകയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ ചോദിക്കും. ഒരു നമ്പർ തരും, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ചോദിക്കുന്നത് ഡയമെൻഷൻസിനകത്തെയാണ്. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻസ് എഴുതാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാറുണ്ട്. എളുപ്പമുള്ളത് വർക്കിൻ്റെ ഡയമെൻഷന്, ഫോഴ്സിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ രണ്ട് സൈഡിൽ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. അതായത് ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് സി ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ഡി ആയിരിക്കും. അപ്പോൾ ആ പ്രിൻസിപ്പിൾ വെച്ച് ഒരു ഇക്വേഷൻ കറക്റ്റാണോ ചെക്ക് ചെയ്യാൻ സാറിന് ചോദിക്കാറുണ്ട്. അത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദിസ് ആൻഡ് സ്റ്റേറ്റ് ദാറ്റ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ അതിനകത്ത് ചോദിക്കുന്നത് ടു ഡിറൈവ് എ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പക്ഷേ ആൾ ചോദിക്കുന്നത് ടൈം പീരീഡ് ഓഫ് എ പെൻഡിലം, അതിൻ്റെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ടി ഈക്വൽസ് 2π √L/G ഡെറിവേഷൻ ഡയമെൻഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഡയമെൻഷൻ വെച്ചാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ ആ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ചാപ്റ്റർ നമുക്ക് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്ററിനകത്ത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പാത്ത് ലെങ്ത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്. പിന്നീട് ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് അറിയിക്കുക. വെലോസിറ്റി ഓഫ് ബോഡി തന്നെ ഇൻസ്റ്റൻ്റാണ്. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്പീഡോമീറ്ററിൽ കാണുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതായത് എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഡിറൈവ് എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഗ്രാഫിക്കലി ഉണ്ട്, കാൽക്കുലേഷൻ മെത്തേഡും ഉണ്ട്. ഗ്രാഫിക്കലി ചോദിക്കുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഗ്രാഫിക്കൽ മെത്തേഡ് ചോദിക്കുവാണെങ്കിൽ ഗ്രാഫ് വെച്ച് മാത്രമേ കണ്ടുപിടിക്കാവുള്ളൂ. കാര്യം അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ, അതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. അതൊക്കെ പൂരിപ്പിക്കാൻ ചോദിക്കും. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതും അറിയണം. പിന്നെ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as, അതിൻ്റെ ഡെറിവേഷൻ ഈ ഗ്രാഫിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാം. അല്ലാതെ കാൽക്കുലേഷൻ മെത്തേഡ് നമുക്കത് ചെയ്യാവുന്നതാണ്. അതും പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അത് ചോദിക്കുന്നതാണ്. തേർഡ് ചാപ്റ്റർ വരുമ്പോൾ മോഷൻ അലോങ് എ പ്ലെയിനാണ്. ഇതിൽ വെക്റ്റേഴ്സ് നമുക്ക് പഠിക്കാറുണ്ട്. വെക്റ്റേഴ്സിൽ സാറിന് ചോദിക്കുന്നത് സീറോ വെക്റ്റർ, വാട്ട് ഈസ് സീറോ വെക്റ്റർ ആൻഡ് ഗിവ് എക്സാമ്പിൾ ഓഫ് എ സീറോ വെക്റ്റർ ആൻഡ് ഗിവ് 2 പ്രോപ്പർട്ടീസ് ഓഫ് സീറോ വെക്റ്റർ. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സീറോ വെക്റ്ററിൻ്റെ എക്സാമ്പിളും എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ അഡീഷണൽ വെക്റ്റേഴ്സ്, അത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ പടമൊക്കെ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ട്രയാങ്കിൾ ലോ. അടുത്ത് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, അത് എനിക്ക് ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ പാരലോഗ്രാം ലോ വെച്ച് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ, അതായത് R ഈസ് ഈക്വൽ ടു √A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos θ. ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ. പ്രൊജക്റ്റൈൽ മോഷനകത്ത് അതിൻ്റെ പാത്തുനിന്ന് അതിൻ്റെ ട്രജക്ടറിയാണ്. ട്രജക്ടറിയുടെ ഷേപ്പ് പാരാബോളിക് ഷേപ്പാണ്. ഒരു പടമൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ പടം കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അവിടെ ചോദിക്കുന്നത് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ എ പ്രൊജക്റ്റൈൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് h is equal to u square sin square theta by 2g ഡെറിവേഷൻ പഠിക്കുക. പിന്നെ അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ മോഷൻ, t ഈക്വൽസ് 2u sin theta by g. നെക്സ്റ്റ് വൺ ഹൊറിസോണ്ടൽ റേഞ്ച്, r ഈക്വൽസ് u square sin 2 theta by g. മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആയിരിക്കും. അത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അത് മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ റയറായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്
ഒരേ റേഞ്ച് കിട്ടുന്ന രണ്ട് ആംഗിൾ, അതായത് ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ മറ്റേ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി ഈ രണ്ട് ആംഗിളിനും ഒരേ റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. അത് പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം. 30 ആൻഡ് 60 അല്ലെങ്കിൽ 50 ആൻഡ് 40 ഇതൊക്കെ പഠിക്കുക. പിന്നെ റയറായിട്ട് ചോദിച്ചിട്ടുള്ള വേറെ ക്വസ്റ്റ്യനാണ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഇസ് എ പാരാബോള. അത് പ്രൂവ് ചെയ്യുക. പ്രൂവ് ദാറ്റ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഇസ് എ പാരാബോള. അത് നമ്മൾ അസൈൻമെൻറ്റാണ് സാധനം ചെയ്യുന്നതാണ്. അതും ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ലോസ് ഓഫ് മോഷനാണ്. അതിൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ 3 ലോയും അറിഞ്ഞിരിക്കണം. അതിൽ ലോ ഓഫ് ഇനർഷ്യ ഫസ്റ്റ് ലോയാണ്. ഇനർഷ്യ എന്താണെന്നും ലോ ഓഫ് ഇനർഷ്യ പഠിക്കുക. സെക്കൻഡ് ലോയിൽ നിന്നും എഫ് ഈസ് ഈക്വൽ ടു എം എ പ്രൂവ് ചെയ്യാൻ സാറിന് ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം എ ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോയും പഠിച്ചിരിക്കുക. പിന്നെ വാട്ട് ഈസ് ഇമ്പൾസ് ആൻഡ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയാം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അത് ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പൾസ് കിട്ടും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. അത് സാറിന് പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതായത് എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നുള്ള പ്രൂഫും ഉണ്ട്, ന്യൂട്ടൺ തേർഡ് ലോ എന്നുള്ള പ്രൂഫും ഉണ്ട്. അത് ചോദിക്കുന്നതനുസരിച്ച് ചെയ്യേണ്ടി വരും. അത് എഫ് 0 ആണെങ്കിൽ പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് അറിഞ്ഞിരിക്കണം. അത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അടുത്ത് വരുമ്പോൾ അടുത്ത ചാപ്റ്റർ അല്ല, അടുത്ത സർക്കുലർ മോഷനകത്ത് വരുന്നത് ഈ റിലേഷനായിട്ട് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെ പ്രൂവ് ചെയ്യാനുള്ളത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. അതായത് എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ പ്രൂവ് ചെയ്യാൻ. അതെല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പഠിച്ചുകൊണ്ട് പോകണം. എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നീട് ഇക്വിലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ് ഉണ്ട്. ഇക്വിലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസിനകത്ത് കൺകറൻറ്റ് ഫോഴ്സ് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ആണ് സിംഗിൾ പോയിൻ്റ് ആണ്. ഇപ്പോൾ 2 കൺകറൻറ്റ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിലുള്ള കണ്ടീഷൻ, 3 കൺകറൻറ്റ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷനൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ അടുത്ത ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കാണ്. ഫ്രിക്ഷൻ ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ദി ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റേറ്റ് ദി ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ചോദിക്കുന്നതാണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു ബോഡി വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോഴ്സസ് വരച്ച് കാണിക്കാൻ ചോദിക്കാറുണ്ട്. എല്ലാ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ഡ്രോ ദി ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി കെപ്റ്റ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അത് അത്യാവശ്യമായിട്ടും വരച്ച് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ബാങ്കിങ് ഓഫ് കർവ് റോഡ്, സേഫ് വെലോസിറ്റി ഫോർ ടേണിങ്. പിന്നെ കർവ്ഡ് ലെവൽ റോഡുണ്ട്, ബാങ്കിങ് അല്ലാത്ത റോഡ്, കർവ്ഡ് ലെവൽ റോഡ്. അത് വി ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ആ ചെറിയ ഡെറിവേഷനാണ്, അത് ചോദിക്കാം. അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് റോഡിലൂടെയുള്ള സേഫ് വെലോസിറ്റി ചോദിച്ചേക്കാം. അതായത് വി ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അത് വിത്ത് ഫ്രിക്ഷനാണ്. വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അത് കമ്പൽസറി ആയിട്ട് പഠിക്കണം. എല്ലാ പരീക്ഷയ്ക്കും അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. കർവ്ഡ് ലെവൽ റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്. അതിൽ വെലോസിറ്റി ഫോർ സേഫ് ടേണിങ് അതും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവറിനകത്ത് വെൻ വി സേ ദാറ്റ് വർക്ക് ഈസ് ഡൺ അത് ചോദിക്കണം. വർക്കിൻ്റെ എക്സ്പ്രഷൻ W is equal to F dot ES അല്ലെങ്കിൽ FS cos theta. അല്ല എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് വിത്ത് ആൻ എക്സാമ്പിൾ ചോദിച്ചേക്കാം. പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക്, നെഗറ്റീവ് വർക്ക് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോകണം. അടുത്തിലോട്ട് വരുമ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് അറിയണം. കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തവർക്ക് പറയുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി അത് ചോദിച്ചേക്കാം. അത് സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതിൻ്റെ പ്രൂഫും ചോദിക്കാറുണ്ട്.
വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പിന്നെ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് U is equal to half kx square. അതും 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് വെരിഫൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിങ് ബോഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പടമൊക്കെ വരച്ചിട്ട് അറ്റ് എ, അറ്റ് ബി, അറ്റ് സി ടോട്ടൽ എനർജി mgh നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫും വരച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ കൊളീഷൻസിനകത്ത് വരുമ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അല്ലെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. പിന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ അവിടെ മൊമെൻറ്റം മാത്രമേ കൺസേർവ്ഡ് ആകത്തുള്ളൂ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകത്തില്ല. അതിൽ നിന്ന് ചോദിച്ചാൽ വേറൊരു ക്വസ്റ്റ്യനാണ് പ്രൂവ് ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. 1 ഡയമെൻഷണൽ മോഷനിലുള്ള ഒരു ഡെറിവേഷനാണ്. പിന്നെ റെയറായിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് 2 ഡയമെൻഷണൽ മോഷനിലെ കൊളീഷന് അതിൻ്റെ പടം വരച്ച് ഡിഫറൻറ്റ് അതിൻ്റെ കൺസർവേഷൻ ലോസ് ഒക്കെ ഒന്ന് എഴുതാൻ അത് ചോദിച്ചിട്ടുണ്ട്. 2 ഡയമെൻഷണൽ മോഷനകത്ത് ഒരു ഇടിച്ചിട്ട് 2 സൈഡിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് പഠിച്ചുകൊണ്ട് പോകണം. ആ ചാപ്റ്ററിൽ അത്രേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷണൽ മോഷനകത്ത് വാട്ട് ഈസ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, ഡിറൈവ് എ റിലേഷൻ കണക്റ്റിംഗ് ദം, ടോ ഈക്വൽസ് dl/dt എന്ന് പ്രൂവ് ചെയ്യാൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് പഠിച്ചുകൊണ്ട് പോകണം. പ്രൂവ് ദാറ്റ് ടോ ഈസ് ഈക്വൽ dl/dt. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നേരത്തെ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. I omega ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ചോദിച്ചേക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കറങ്ങുന്ന ടേബിളിൽ നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്പീഡ് കുറയുന്നു, ഇങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുന്നു. അത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ്. അത് ഒന്ന് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. പിന്നെ അതിൽ ചോദിക്കുന്നത് ലിവർ, അതായത് ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽസ് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ആണ്. ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം. അത് ഒന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണത്. പിന്നെ അടുത്ത ടെസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിനകത്ത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റേഷൻ അതിൽ സ്റ്റേറ്റ് ദി ലോസ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, ലോ ഓഫ് ഓർബിറ്റ്, പിന്നെ ലോ ഓഫ് ഏരിയാസ്, ഹാർമോണിക് ലോ, 3 ലോ പഠിച്ചുകൊണ്ട് പോകാവുള്ളൂ. അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും F=gm/m²r² അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി. സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ക്യാപിറ്റൽ ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ജി ഈക്വൽസ് ക്യാപിറ്റൽ gm/r². അത് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ്, ജി ഈക്വൽസ് g × 1 - 2h/r. ആ ഡെറിവേഷൻ പഠിക്കണം. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്ത്, അതിൻ്റെ ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ഓർ ഡെപ്ത് ആണെങ്കിൽ g' g × 1 - d/r ആണ്. പിന്നെ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി -gm/r. ആ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതും ഒന്ന് നോക്കണം. ചെറിയൊരു ഡെറിവേഷനാണ്, അത് നോക്കാതെ പോകരുത്. എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ടു എ പോയിന്റ് മാസ്, അത് ഒന്ന് അറിയണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് എസ്കേപ്പ് സ്പീഡ്, ദി എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് സ്പീഡ് ഈക്വൽസ് √2rg. ആ ഡെറിവേഷൻ പഠിക്കണം. നെക്സ്റ്റ് അടുത്ത വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ്, v = √rg. ഇവിടെ കണക്ട് ചെയ്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. അതറിയണം. അതായത് VE = √2 × VO. ആ ഡെറിവേഷൻ രണ്ടും ഡിറൈവ് ചെയ്യേണ്ടി വരും. അതൊന്ന് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ആണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. അതിൽ
ഹുക്സ് ലോ അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ആണ്. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് ചോദിക്കാം. അതിനകത്തിലെ ബേസ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി പ്രോബ്ലം. പിന്നെ അടുത്ത് ചോദിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ആ ഗ്രാഫ് വരച്ച് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ഗ്രാഫ് വരച്ച് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഒരു 3 ആപ്ലിക്കേഷൻസ് എങ്കിലും അതിൻ്റെ അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി അത്രയും കാര്യങ്ങളാണ് ഇത് പഠിച്ചുകൊണ്ട് പോവാം. അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. വളരെ ലെങ്തിയായ ചാപ്റ്ററാണ്. ഒത്തിരി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിനകത്തിൽ പാസ്കൽസ് ലോ, സ്റ്റേറ്റ് പാസ്കൽസ് ലോ ആൻഡ് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് മൾട്ടിപ്ലയർ, അത് സ്ഥിരം ചോദിക്കുന്നതാണ്. പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഒരു പടമുണ്ട് ഇങ്ങനെ പല പല ഷേപ്പുള്ള പാത്രത്തിൽ ഒരേ ലെവലിൽ വെള്ളം നിൽക്കുന്ന, അത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നാണ് പറയുന്നത്. അത് പടം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചേക്കാം. അത് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് അതിനകത്ത് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചുകൊണ്ട് പോകണം. A1 V1 = A2 V2 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്, ബെർണോളിസ് തിയറം. അതിൻ്റെ പ്രൂഫ് പഠിച്ചുകൊണ്ട് പോകണം. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉള്ളതാണ് ബെർണോളിസ് തിയറം. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കാണും. അത് പഠിച്ചുകൊണ്ട് പോകും. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വളരെ സിമ്പിളാണ്. പഠിച്ചുകൊണ്ട് പോവാം. രണ്ട് ആപ്ലിക്കേഷനിൽ വരുന്നതാണ് ടോറിസെല്ലിസ് തിയറം. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സും ടോറിസെല്ലിസ് തിയറവും ഒരു ഒറിഫൈസിൻ്റെ അകത്തൂടെ വാട്ടർ പോകുന്നതൊക്കെ കാണിച്ചൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പഠിച്ചുകൊണ്ട് പോവുക. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സും ടോറിസെല്ലിസ് തിയറവും പഠിച്ചുകൊണ്ട് പോവുക. അടുത്ത വിസ്കോസിറ്റി വരുവാണെങ്കിൽ വാട്ട് ഈസ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചേക്കാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് വിസ്കോസിറ്റി. പിന്നെ സ്റ്റോക്സ് ഫോർമുല വെച്ച് എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്ഫിയർ ഫോളിംഗ് ത്രൂ എ വിസ്കസ് ലിക്വിഡ് V = 2a² ρ - σg / 9η. ആ ഡെറിവേഷൻ പഠിക്കണം. അപ്പോൾ ഒന്നാമത് ഇമ്പോർട്ടൻ്റ് ബെർണോളിസ് തിയറം, അതിൻ്റെ പ്രൂഫുമാണ്. അടുത്തതാണ് സ്റ്റോക്സ് ഫോർമുല അനുസരിച്ച് ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. അത് സർഫസ് ടെൻഷൻ വരുമ്പോൾ പ്രൂവ് ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. സർഫസ് എനർജിയും സർഫസ് ടെൻഷനും ഒന്നാണ്, ന്യൂമറിക്കലി ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അത് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ആ പടമൊക്കെ വരച്ച് ആ ആംഗിൾ മാർക്ക് ചെയ്ത് കാണിച്ചാൽ മാർക്ക് കിട്ടുന്നതാണ്. അതും അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചുകൊണ്ട് വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പിന്നെ റെയറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അതായത് PI - PO = 2S/R. അതായത് സർഫസ് ടെൻഷൻ ബൈ റേഡിയസ് ആണ്. അത് ഒന്ന് പഠിച്ചുകൊണ്ട് പോവാം. ഡ്രോപ്പിൻ്റെ ഉണ്ട്, ബബിളിൻ്റെ ഉണ്ട്. എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അടുത്തത് ക്യാപ്പിലാരിറ്റിയാണ്. ക്യാപ്പിലാരിറ്റിക്കകത്ത് വാട്ട് ഈസ് ക്യാപ്പിലാരിറ്റി ആൻഡ് വാട്ട് ഈസ് ക്യാപ്പിലർ റൈസ്, ദി എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലർ റൈസ് ചോദിച്ചേക്കാം. H = 2S cos θ/r ρg. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫാണ്. പിന്നെ ക്യാപ്പിലറി റൈസിൻ്റെ ഫോർമുല ആണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ലാസ്റ്റിലത്തെ ആണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അത് പഠിച്ചുകൊണ്ട് അത്രയും പഠിച്ചുകൊണ്ട് പോകാവുള്ളൂ. അടുത്ത നമുക്ക് ഉള്ളത് തെർമൽ പ്രോപ്പർട്ടീസിനകത്താണ്. തെർമൽ പ്രോപ്പർട്ടീസ്, തെർമൽ എക്സ്പാൻഷൻ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് തെർമൽ എക്സ്പാൻഷനിലെ സെൽഷ്യസ് സ്കെയില്, ഫാരൻഹൈറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്, ആ റിലേഷൻ ചോദിച്ചേക്കാം. ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം. സെൽഷ്യസിൽ നിന്ന് ഫാരൻഹൈറ്റ് ആക്കാനും കെൽവിൻ ആക്കാനുള്ള ഒരു പ്രോബ്ലം, കൺവേർഷൻ, ആ പ്രോബ്ലം ഓർത്തിരിക്കുക. C/100 = F - 32/180 = K - 273/100 എന്നൊരു ഇക്വേഷനെ വെച്ച് പ്രോബ്ലം ചോദിച്ചേക്കാം. പിന്നെ അടുത്തത് തെർമൽ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ബീറ്റ, ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ ഈസ് ടു, ബീറ്റ ഈസ് ടു, ഗാമ = 1:2:3. അത് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അത്
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ട് ഈസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ചോദിച്ചിട്ടോട് ഒരു പടമൊക്കെ വരച്ചത് കാണിക്കണം, പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ അടുത്തത് മെൽറ്റിംഗ് ഓഫ് ഐസ്, റെഗുലേഷൻ, അതെന്താണെന്ന് ചോദിച്ചേക്കാം. റെഗുലേഷൻ, സബ്ലിമേഷൻ, വെപ്പറൈസേഷൻ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സബ്ലിമേഷൻ, വെപ്പറൈസേഷന് ഇതെല്ലാം പൂരിപ്പിക്കാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ചോദിക്കുന്നതാണ്. ഏറ്റവും ഹീറ്റും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അടുത്തത് ഹീറ്റ് കണ്ടക്ഷനാണ്. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ, അത് ഒന്ന് അറിഞ്ഞിരിക്കണം. കണ്ടക്ഷനകത്തുനിന്നൊരു പ്രോബ്ലം, അതിനെ ബേസ് പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോകണം. കണ്ടക്ഷൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. പിന്നെ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതിലും ബേസ് പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോകണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അറിഞ്ഞിരിക്കണം. പിന്നെ തെർമോ ഡൈനാമിക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് തെർമോ ഡൈനാമിക്സ്. അതിൽ ലോസ് ഓഫ് തെർമോ ഡൈനാമിക്സ്, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇത് ഏതെങ്കിലും ഒരു ലോ എക്സാമിൽ ചോദിക്കും. അത് പഠിച്ചുകൊണ്ട് പോകണം. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അത് ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. പിന്നെ അത് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് ഐസോതെർമൽ പ്രോസസ് അണ്ടർ ദി എക്സ്പ്രഷൻ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്, അത് പഠിച്ചുകൊണ്ട് പോകണം. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. പിന്നെ എല്ലാ പരീക്ഷയ്ക്കും ലെങ്തി അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് പോസ്റ്റാണ് ചോദിക്കുന്നതാണ്. കാർനോട്ട് എൻജിൻ, അതിൻ്റെ സൈക്കിൾ വരച്ച് കാണിക്കാൻ. ഒരു തൂവാല എടുത്തെറിഞ്ഞ ഒരു പടവും അതിൻ്റെ ABCD ഓരോ റീജിയൻ കാണിക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ, 3 തെർമോഡൈനാമിക് പ്രോസസ്സും അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. അതാണ് കാർനോട്ട്സ് സൈക്കിൾ, കാർനോട്ട് എൻജിൻ, അതിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ 1 - T2/T1, അതും അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അതും ചെയ്യണം. അടുത്ത കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സ്റ്റഡി ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതിൽ 3 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും ഓർത്തിരിക്കുക. പിന്നെ എക്സ്പ്രഷൻ ഫോർ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, 1/3 ρ V⁻² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഈ എക്സ്പ്രഷൻ ഒന്ന് ഡെറൈവ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ സ്ഥിരം ചോദിക്കുന്നത് പ്രൂവ് ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത് പ്രൂവ് ചെയ്യാൻ സ്ഥിരം ചോദിക്കുന്നതാണ്. കൈനറ്റിക് തിയറി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ആൻഡ് വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത്, റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഇറ്റ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഇക്വേഷനും. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ L = 1/√2 πd²n, ആ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കകത്തുണ്ട്, അത് പഠിച്ചുകൊണ്ട് പോവാം. അടുത്ത 2 ചാപ്റ്ററൂടെ ഉള്ളൂ. ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓസിലേഷൻസിനകത്ത് വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചേക്കാം. അതായത് F = -kx എന്ന് വരുന്ന, അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു -x വരുന്ന എല്ലാ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ എക്സാമ്പിളും ചോദിച്ചേക്കാം. പിന്നെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൻ്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഹെൻസ് റെഡ്യൂസ് ദി എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതെല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, അത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. T = 1/2π√L/Gയുടെ ഡെറിവേഷനുണ്ട്, അത് പഠിച്ചുകൊണ്ട് പോവുക. സിമ്പിൾ ഹാർമോണിക് പ്രൂവ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ചോദിക്കുന്നതാണ് ഓസിലേഷൻ ഓഫ് എ ലോഡ് സ്പ്രിങ്, അത് സിമ്പിൾ ഹാർമോണിക്, അത് പ്രൂവ് ചെയ്യാൻ, അതും ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് ഓസിലേഷൻ ഓഫ് എ ലോഡ് സ്പ്രിങ് ഈസ് സിമ്പിൾ ഹാർമോണിക് എന്ന്. അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ വേവ്സിലോട്ട് വരുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലോജിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് ആൻഡ് സൗണ്ട് വേവ്സ്, രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്നറിയണം. പിന്നെ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ആ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിച്ചേക്കാം. പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് തരും, അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ പഠിച്ചിരിക്കണം. അത് കമ്പയർ ചെയ്ത് നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്രോബ്ലം ചെയ്ത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ.
പിന്നെ അടുത്ത സ്റ്റാൻഡിങ് വേവ്സിലാണ്. സ്റ്റാൻഡിങ് വേവ്സിനകത്ത് നോട്ട്സ്, ആൻറ്റി നോട്ട്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഫസ്റ്റ് ഹാർമോണിക്ക്, സെക്കൻഡ് ഹാർമോണിക്ക് അതിൻ്റെ പടം വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. പടം വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. അതായത് ഓപ്പൺ പൈപ്പിനകത്ത് റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ν1:ν2:ν3 1:2:3. ക്ലോസ്ഡ് പൈപ്പിനകത്തൊക്കെ ആണെങ്കിൽ ഓഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓപ്പൺ പൈപ്പിനകത്ത് എല്ലാ ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പൺ പൈപ്പാണ്. അതിന് കാരണം എല്ലാ ഹാർമോണിക്സും അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് ഇത് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ ഓൾ ഹാർമോണിക്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓപ്പൺ പൈപ്പ്, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഓഡ് ഹാർമോണിക്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്ലോസ്ഡ് പൈപ്പ്. അതിന് പടം വരച്ച് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. പിന്നെ അതിൽ ബാക്കി ചോദിക്കുന്നത് ബീറ്റ്സ് ഉണ്ട്. ബീറ്റ്സ് എന്താണെന്നും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അറിഞ്ഞിരിക്കണം. ബീറ്റ്സിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു A+ മാർക്ക് കിട്ടാവുന്നതാണ്. ഇതെല്ലാവരും എല്ലാം പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് കേട്ടിട്ട് ഇതിൽ വിട്ടുപോയല്ലോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ആശംസകളും വീണ്ടും നേരുന്നു. +1 ഫിസിക്സ് പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം.